ജമന്തി ജമന്തി ആയിട്ടാ ഞാൻ ഇറങ്ങാ ആ പോടാ ഓ അമ്മ വരുന്നു എന്താ രാവിലെ തന്നെ നിങ്ങൾ പുറങ്ങിയ ഓ KCB-ക്കാർക്കൊക്കെ എത്ര കൃത്യനിഷ്ഠയാണ് 10 മണിക്ക് തന്നെ എത്തണോ? AX പറഞ്ഞ ദിവസമാണ്. ഒരു 10 മിനിറ്റ് എന്നോട് ഒരു കാര്യം പറയണ്ടേ? അയ്യോ സമയമില്ല, പോണം. എന്നാ നീ വിട്ടോടാ, ഞങ്ങൾ കാര്യം സംസാരിച്ചിട്ട് വരാം. ബാ ചേച്ചിയെ, എന്റെ കനക ഇതുപോലത്തെ അമ്മാവനും അളിയനെ കൂടി നിന്റെ പണി കളഞ്ഞെടുക്കൂട്ടോ. വരാൻ നോക്കുവാ, വേഗം വരണേ. ഇപ്പൊ തന്നെ സമയമായി. ചേച്ചിയെ ആ എന്താ അഴകേശ? ഞാനേ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന നമ്മുടെ കട്ടപ്പനയിലുള്ള കൊച്ചല്ലേ, തറവാടിന്റെ അടുത്തൊരു 4 മുറിയുള്ള കട, തുന്നൽ കട നടത്തിയിരുന്ന അച്യുതൻ. കൊച്ചപ്പ കടയൊക്കെ നിർത്തിയിട്ട് അമേരിക്കയിലേക്ക് മകന്റെ കൂടെ താമസിക്കാൻ പോവാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഈ കട ഏറ്റു നടത്താൻ പറ്റിയ വല്ലവരും ഉണ്ടോന്ന്. അപ്പൊ എനിക്ക് ഇവിടെ തങ്കത്തിന് ഓർമ്മ, അവളെന്തായാലും തുന്നലൊക്കെ പഠിച്ചിരിക്കല്ലേ, ആ കട അവളെ കൊണ്ട് അങ്ങനെ നടത്തിച്ചാലോ. അത് സംസാരിക്കാനാണ് എന്നോട് കാണാൻ വേണ്ടി ഞാൻ വന്നു. അതിപ്പോ തങ്കത്തിനൊക്കെ ഏൽപ്പിച്ചപ്പോ നടക്കുമോ? അവൾക്ക് തുന്നലൊക്കെ അറിയാലോ. പിന്നെ ഞാനും ഇല്ലേ, ഒരു 4 നല്ല തുന്നക്കാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് അവളെ കൂടെ ഏൽപ്പിക്കാം. അവളുടെ കുടുംബം രക്ഷപ്പെടും. അതെ, അതിപ്പോ മക്കള് നന്നാവാനല്ലേ കുറച്ച് കാശ് അങ്ങോട്ട് ഇറക്കാം. അതിപ്പോ അമ്മാവ ഏതായാലും ഒരു സ്ഥാപനം തുടങ്ങല്ലേ. ഒരു സ്ഥാപനം തുടങ്ങുമ്പോ അതിന് സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബന്ധുക്കളെയൊക്കെ കുത്തിക്കയറ്റിയാ പിന്നെ ആ സ്ഥാപനം പൊളിഞ്ഞു പോകും, കുത്തുപാടെടുക്കും. എടാ അതിനാരും നമ്മൾ കുത്തിക്കയറ്റുന്നില്ല, തങ്കമാണ് ഓണർ, അവളാ നടത്തട്ടെ. അമ്മാവ അതിന് മാത്രം തയ്യൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് തുന്നാനേ അറിഞ്ഞൂടാ. അവള് മുണ്ടിന്റെ വക്കടിക്കും, പിന്നെ ഈ മാക്സ് കീറിയതൊക്കെ തുന്നി കൊടുക്കും. അതിന് മാത്രമല്ലേ അവൾക്ക് അറിയൂ. അതെ, ഒരു 3-4 തയ്യക്കാരെ വെക്കുന്നു, ഇവിടെ മേൽനോട്ടം നോക്കും. മാനേജറായിട്ടിരിക്കട്ടെ. നല്ല ആളുകൾ വെക്കണമെങ്കിൽ പിന്നെ മേൽനോട്ടത്തിന് നല്ലൊരാളെ വെച്ചാൽ പോലെ ഇവിടെ കൊണ്ടുപോകുന്നതിനാണ്. ആര് പറഞ്ഞു? എടാ അവര് രക്ഷപ്പെട്ടോട്ടെ, ഒരു ഉത്തരവാദിത്വം വരുമ്പോ നന്നാവും. കാശ് മുടക്കുന്ന അവന് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ്. അതിന് നിങ്ങൾ ആരും മുടക്കണ്ട, ഞാൻ ഇറക്കിക്കോളാം. അല്ല എന്റെ കയ്യിൽ പൈസ ഇറക്കാനൊന്നുമില്ല. അല്ലെങ്കിലും വേണ്ടേ, നീയാണോ ഇല്ലെങ്കിൽ കാശ് അത്രയും മുടക്കുന്നത്? അമ്മയും മുടക്കണ്ട. വേണ്ടാന്ന്. അപ്പൊ തങ്കത്തിന് വെച്ചിട്ട് നമുക്ക് ആ കടയുടെ ഏറ്റെടുത്ത് തരത്തില്ല. കൊച്ചോട് ഞാൻ സംസാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവൾ എവിടെ താമസിക്കും? എവിടെ താമസിക്കും? അവള് ദിവസം വന്നു പോക്ക് നടക്കണ കാര്യമാണോ? എന്തിനാണ് വന്നു പോണേ? തറവാട്ടില് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവൾ അവിടെ താമസിക്കട്ടെ. ഈ അമ്മാവൻ എന്തൊക്കെയാണ് ഈ പറയണത്? അപ്പൊ കുട്ടിയുടെ പഠിത്തോ? കുട്ടിക്ക് സ്കൂളിൽ പോണ്ടേ? എടാ TC വാങ്ങിട്ട് അവിടെ ചേർത്താ പോരെ. അപ്പൊ മറ്റേ പോകനം അവരെ കുറിച്ച് എന്തിനാ പേടിക്കണേ? തങ്ക എവിടെ ഉണ്ടോ അവളുടെ വാലും പിടിച്ച് നടക്കില്ലേ, അവനെ കുറിച്ച് ഒരു പേടിയും പേടിക്കണ്ട. അവന് അവിടെ നിൽക്കട്ടെ. അത് തന്നെയാണ് എന്റെ പേടി. അമ്മ, അവനെ വിശ്വസിച്ചിട്ട് നമ്മൾ തങ്കത്തിന് ഈ കൊച്ചിനെ എങ്ങനെയാണ് അങ്ങോട്ട് പറഞ്ഞേക്കണത് ഒന്ന് പറ. ഞാനില്ലടാ അവിടെ. ആന്ന് ശരിയാവില്ല അമ്മാവ. കനക, ഇത് പറഞ്ഞ ശരിയാവില്ല കേട്ടോ. അവര് നന്നാവണം നമുക്ക് കണ്ടുകൂടാ. അത് അവര് നന്നാവുന്നതിന് എനിക്ക് എന്താണ് പ്രശ്നം? എന്തായാലും ആ പരിപാടി വേണ്ട, അത് വേണ്ട. എപ്പോഴും തല്ലുകൂടി ഇവിടെ താമസിക്കണം. അത് തന്നെ. എടാ അവള് നന്നാവാൻ പ്രാർത്ഥിക്കുക. അവളുടെ ആങ്ങളല്ലേ നീ? അയ്യോ എന്റെ അമ്മാവ ഇത് അതൊന്നും അല്ല. ആങ്ങളക്ക് പെങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. അതങ്ങോട്ട് തുറന്നു പറയണ നാണക്കേടൊന്നുമില്ല, പറഞ്ഞോ. ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളും അല്ലടാ, 100 പറഞ്ഞാലും 2 എണ്ണമല്ലേ ഉള്ളൂ അതുങ്ങള്. അവർക്ക് പിരിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കാര്യം. അനുഭവിച്ചോ നഞ്ഞെന്തിനാ നാനാഴി. അല്ല കനക പോണ്ടേ, ഇറങ്ങണ്ടേ? സമയത്രേ? സമയമായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ നേരത്തെ വരണം. ഒരു കാര്യം തീരുമാനിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. വൈകിട്ട് പോണം, അതാ പറഞ്ഞേ. അല്ല ഇതിലിപ്പോ തീരുമാനിക്കാനൊന്നും ഇല്ല അമ്മാവ. അത് നടക്കില്ല. അത് വേണ്ട വേണ്ട. അത് പറഞ്ഞ ശരിയല്ലേ? നീ നേരത്തെ അങ്ങോട്ട് പോ, എനിക്ക് പോണട്ടോ, അതാ പറഞ്ഞേ. അല്ല അപ്പൊ അമ്മ വൈകിട്ട് പോവോ? പോണം. അല്ല വൈകുന്നേരം. അല്ല നാളെ പോയാലും മതി. അപ്പൊ നേരത്തെ വന്നേക്കണം. ശരി അമ്മ. അമ്മ ഞാൻ ചായ എടുക്കട്ടെ? ചായ വേണം. എന്തൊക്കെയോ ഐഡിയ ആയിട്ട് വന്നതാണ്. ഐഡിയ ഇപ്പൊ അവിടെ ചെല്ലുമ്പോ ഏതായാലും ഇന്ന് വിളി വരൂല്ല. ഇന്ന് വിളി വരൂലല്ലോ, കാലത്ത് കിട്ടി പിടിച്ചാ. Alien versus Alien.